നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. വെറുമൊരു കരാറല്ല ഇത്. $30 ട്രില്യൺ വലിപ്പമുള്ള അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ വാതിലുകളാണ് തുറക്കുന്നത്. 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡീലിലുള്ളത്. അത് നമ്മൾ ഇന്ന് വിശദമായി കീറിമുറിച്ച് പരിശോധിക്കും. കൂടാതെ IDBI ബാങ്കിനെ ഏറ്റെടുക്കാൻ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അടക്കമുള്ള വമ്പന്മാർ രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിന്റെ സ്വന്തം ഫെഡറൽ ബാങ്കിൽ ഓഹരി വാങ്ങാൻ പ്രമുഖ നിക്ഷേപകരായ ബ്ലാക്ക് സ്റ്റോണിന് അനുമതി ലഭിച്ചു. എന്നാൽ മാരുതി സുസുക്കിക്ക് സർക്കാർ വക ഒരു വലിയ പണി കിട്ടിയിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് വിശദമായി നോക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയിലേക്ക്. ഇന്ത്യ-US ട്രേഡ് ഡീൽ. ഇത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഈ കരാറിന്റെ 10 പ്രധാന പോയിന്റുകൾ ഞാൻ ലളിതമായി പറഞ്ഞുതരാം. 1. താരിഫ് കുറച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അഥവാ താരിഫ് 18% കുറച്ചു. ഇത് നമ്മുടെ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാണ്. രണ്ടാമതായി, അധിക നികുതി ഒഴിവാക്കി. ഫെബ്രുവരി 7 മുതൽ, അതായത് ഇന്ന് മുതൽ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുണ്ടായിരുന്ന അഡീഷണൽ 25% ഡ്യൂട്ടി അമേരിക്ക നീക്കം ചെയ്തു. റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ആരോപിച്ചായിരുന്നു ഈ അധിക തീരുവ ചുമത്തിയിരുന്നത്. ഇത് നീക്കം ചെയ്തത് തൽക്ഷണം ഗുണം ചെയ്യും. $30 ട്രില്യൺ വലിപ്പമുള്ള അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ഇനി തടസ്സങ്ങളില്ലാതെ പ്രവേശിക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $500 ബില്യൺ എത്തിക്കുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഫാർമ, IT എന്നീ മേഖലകൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക. ഈ സെക്ടറുകളിലെ ഓഹരികൾ ശ്രദ്ധിക്കുക. അടുത്തതായി, തൊഴിലവസരങ്ങൾ. ഇന്ത്യയിൽ നിർമ്മാണ മേഖലയിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇത് സഹായിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇതൊരു വലിയ ഊർജ്ജമാണ്. അടുത്തത്, ഊർജ്ജ സഹകരണം. എണ്ണ, ഗ്യാസ് അഥവാ LNG എന്നിവയുടെ കാര്യത്തിൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വെനസ്വേല, റഷ്യ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. സാങ്കേതികവിദ്യ കൈമാറ്റം. ഹൈടെക് മേഖലകളിലെ സാങ്കേതികവിദ്യ അമേരിക്ക ഇന്ത്യയുമായി പങ്കുവയ്ക്കും, പ്രത്യേകിച്ച് ഡിഫൻസ്, സ്പേസ് മേഖലകളിൽ. മറ്റൊരു പ്രധാന കാര്യം, ഇതുമൂലം ചൈനയ്ക്കേറ്റ തിരിച്ചടിയാണ്. ഈ കരാർ യഥാർത്ഥത്തിൽ ചൈനയ്ക്കുള്ള ഒരു മറുപടിയാണ്. സപ്ലൈ ചെയിനിനായി ലോകം ഇനി ചൈനയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയിലേക്ക് തിരിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതെത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്നത് കണ്ടറിയണം. തന്ത്രപരമായ പങ്കാളിത്തം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വെറും കച്ചവടത്തിനപ്പുറം ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി മാറുകയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് വളരെ ഗൗരവകരമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അമേരിക്കയുമായി ഇത്രയധികം അടുക്കുന്നത് ഇന്ത്യക്ക് നല്ലതാണോ? അതോ ഭാവിയിൽ നമ്മൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടിവരുമോ? ഈ വ്യാപാര കരാർ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഗുഡ് അല്ലെങ്കിൽ റിസ്കി എന്ന് താഴെ കമന്റ് ചെയ്യാമോ? ഇനി ബാങ്കിംഗ് സെക്ടറിലെ വലിയൊരു നീക്കത്തെക്കുറിച്ച് പറയാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള IDBI ബാങ്കിനെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബാങ്കിനെ വാങ്ങാൻ 3 വമ്പന്മാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 1. ഉദയ് കൊട്ടക്കിന്റെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. 2. ഗൾഫിലെ ഭീമനായ എമിറേറ്റ്സ് NBD. 3. പ്രേംദത്സയുടെ ഫെയർഫാക്സ് ഗ്രൂപ്പ്. ഇതിൽ ആരാണ് ബാങ്ക് സ്വന്തമാക്കുക എന്നത് കാത്തിരുന്ന് കാണണം. IDBI ഓഹരി ഉടമകൾക്ക് ഇതൊരു പ്രധാന വാർത്തയാണ്. കാരണം പുതിയ മാനേജ്മെന്റ് വരുന്നതോടെ ബാങ്കിന്റെ മുഖഛായ മാറും. അടുത്തത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വാർത്തയാണ്. ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഫെഡറൽ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ആഗോള നിക്ഷേപകരായ ബ്ലാക്ക് സ്റ്റോണിന് റിസർവ് ബാങ്ക് അനുമതി നൽകി. 9.99% ഓഹരികൾ വരെ വാങ്ങാൻ അനുമതിയുണ്ട്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അവർ ഒരു കേരള ബാങ്കിൽ ഇത്രയും വലിയ താൽപര്യം കാണിക്കുന്നത് ബാങ്കിന്റെ അടിത്തറ ശക്തമാണെന്നതിന്റെ തെളിവാണ്. ഫെഡറൽ ബാങ്ക് ഓഹരികൾക്ക് ഇതൊരു വലിയ പോസിറ്റീവ് ട്രിഗറാണ്. അവസാനമായി, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാരുതി സുസുക്കിക്ക് ഒരു മോശം വാർത്ത. കേന്ദ്ര സർക്കാർ പുതിയ കഫേ അഥവാ കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എക്കോണമി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പോകുകയാണ്. ഇതുവരെ ചെറിയ കാറുകൾക്ക് ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ ചില ഇളവുകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഡ്രാഫ്റ്റ് നിയമത്തിൽ ഈ ഇളവുകൾ എടുത്തുമാറ്റാൻ പോകുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മാരുതിയെയാണ്. കാരണം മാരുതിയുടെ പ്രധാന വിപണി ചെറിയ കാറുകളാണ്. ഇളവുകൾ പോകുന്നതോടെ കാർ നിർമ്മാണ ചെലവ് കൂടും. അത് വിലയെ ബാധിക്കും. ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും വലിയ കാറുകളിലും EVകളിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.